ഷാറ് മുബാറക്ക് ആദ്യം കിട്ടിയപ്പോ ആ മുടിയെക്കുറിച്ച് അമ്പലക്കടവ് പറഞ്ഞ് അതേതായാലും മുടിയല്ലാന്ന, പിന്നെ മുടിയുള്ളത് അഹമ്മദ് ഹസ്രജിന്റെ കയ്യിലാന്നാ മറുപടി. ഒരു മുടി കോഴിക്കോട് ഏതോ ഒരു മർക്കസിലുണ്ടെന്ന് കേൾക്കുന്നു. അതിനെപ്പറ്റി ഈ സമൂഹത്തിൽ, ഈ സമുദായത്തിലുണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങൾ അകറ്റുവാൻ വേണ്ടി ചോദിക്കുകയാണ്. അതിനെപ്പറ്റി എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ആദരവുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിശുദ്ധ മുടി കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വാർത്തയെക്കുറിച്ച് ഒരു നിജസ്ഥിതി അറിയാനാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ചത്. അതെന്നെ പൊട്ടത്തരല്ലേ? കാരന്തൂർ മർക്കസിലെ മുടിയെക്കുറിച്ച് അമ്പലക്കടവിനോട് ചോദിച്ചിട്ട് എന്താ ചങ്ങായിമാരെ കാര്യം? അത് എ പി ഉസ്താദിനോട് ചോദിക്കണ്ടേ? നിങ്ങൾ കണ്ണു കുറുമ്പാടിന് ചവിട്ടിലൂതാൻ നടന്നിട്ട് കാര്യമുണ്ടോ? പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ തിരുനബിയുടെ ഒരു മുടി കാരന്തൂർ മർക്കസിലുണ്ടെന്ന വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. എന്താ നിങ്ങൾക്ക് പ്രയാസം? കിട്ടിയത് എ പി ഉസ്താദിന്റെ കയ്യിലല്ലേ? പെണ്ണൊക്കെ നന്നായി, പെങ്ങളായി പോയില്ലേ? മുടി ഉണ്ടായിരിക്കാം. മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നത് ഒരു കെട്ട് മുടി ഉണ്ട്, നേരത്തെ ഒരു മുടി എന്നാ പറഞ്ഞത്. എപ്പ കേൾക്കുന്നത്? ബഹാവുദ്ദീൻ മൗലവി, താങ്കൾ മറുപടി പറയണം. കുട്ടികളെ വിട്ടിട്ട് കുരങ്ങ് കളിപ്പിക്കരുത്. തന്റെ എണ്ണമുണ്ടോ നിങ്ങൾക്ക്? ഈ തെരുവിൽ വന്ന് സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ഷെയർ മുബാറക്ക്, കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ഷെയർ മുബാറക്ക്, ആദ്യത്തെ ബറക്കാത്തി ശൈഖുമാരിൽ നിന്ന് കിട്ടിയ ഷെയർ മുബാറക്ക്, ആ ഷെയർ മുബാറക്ക് കിട്ടുമ്പോൾ അവിടെ 2 കഷ്ണം മുടിയേ ഉള്ളൂ. അന്ന് കെട്ടുമുടിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ അതിന് നിങ്ങൾ സനദ് ഹാജരാക്കണം. ഞങ്ങൾ ഖബറിലും നിങ്ങൾ മുങ്കറിന് കീറുവല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കേ, ഈ കെട്ടുമുടിയുടെ സനദ് എവിടെ? ഈ കെട്ടുമുടിയുടെ സനദ് എവിടെ? ഏതായിരുന്നാലും വിവിധ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ വാർത്ത സ്ഥിരീകരിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ മുടി എന്ന് മാത്രമല്ല, തങ്ങളുമായി ബന്ധപ്പെട്ട സകലമാന ആധാറുകൾക്കും വസ്തുക്കൾക്കും വല്ലാത്ത തബറുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. മുജാഹിദ് പ്രസ്ഥാനമോ ജമാഅത്തുകാരോ വിശദീകരിക്കുന്നത് പോലെ അതിന് തബറുക്കില്ല, അതിന് പുണ്യമില്ല, പുണ്യം കൽപ്പിക്കൽ ശിർക്കാണ് എന്ന് പറയുന്ന വിശ്വാസം നമുക്കില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഹജ്ജിന്റെ ഭാഗമായി തങ്ങളുടെ മുടി വടിച്ചപ്പോൾ ആ മുടി ശേഖരിക്കാൻ വേണ്ടി, കലക്ട് ചെയ്യാൻ വേണ്ടി സ്വഹാബത്ത് തർക്കം തിരക്ക് കൂടിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ മുടിക്ക് പ്രാധാന്യം കൽപ്പിച്ചത് അത് ഖുറാഫാത്താണ്, അത് ശിർക്കാണ്, അത് അനാചാരമാണ് എന്നല്ല, മറിച്ച് നിങ്ങൾ തിരക്കല്ലേ, അബൂ തൽഹ നീ ഇവിടെ ആളുകൾക്ക് ഓരോ മുടി 2 മുടി വീതിച്ചു കൊടുത്ത് ജനങ്ങൾ തിരക്കാൻ അവസരം സൃഷ്ടിക്കണ്ട എന്ന് പറഞ്ഞ് തബറുക്കിന് മുടി ശേഖരിക്കാനുള്ള ആ പ്രവണതയെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇയാള് പറഞ്ഞ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് പറയുന്നത് പോലെ ബർക്കത്തില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ മുജാഹിദും ഇപ്പൊ പറയുന്നത് ബർക്കത്തുണ്ട് തന്നെയാ, സാധനം കിട്ടാല്ല ഞങ്ങൾ രണ്ടൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുടികൾ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നൊരു വസ്തുതയാണ്. നീണ്ട 14 നൂറ്റാണ്ടുകാലം പിന്നിട്ടപ്പോൾ പലപ്പോഴും പലയിടത്തും നഷ്ടപ്പെട്ടു. എന്നാലും നഷ്ടപ്പെടാതെ കൃത്യമായി പരമ്പരകൾ സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്. വളരെ ഭദ്രമായി ശക്തമായ ബന്ദവസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദവസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. അതെ, ശംസുൽ ഉലമയുടെ കാലത്തും കണ്ണിയത്ത് ഉസ്താദിന്റെ കാലത്തും കേരളത്തിൽ നിന്ന് മലയാളികൾ വെല്ലൂരിലേക്ക് വെള്ളം മുടിമുക്കിയത് കുടിക്കാൻ പോകാറുണ്ട്. ശരിയാ.
പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഇന്ന് വരെ കണ്ണിയത്ത് ഉസ്താദ് സനദോതി പഠിപ്പിച്ച ചരിത്രമില്ല. ശംസുൽ ഉലമ ഇന്ന് വരെ വാളയാർ ചെക്ക് പോസ്റ്റിൽ സനദ് വിശദീകരിക്കുന്ന പരിപാടി വെച്ചിട്ടില്ല. അങ്ങനെ സനദ് ചോദ്യം ചെയ്യാതെ, സനദ് കണ്ണുകൊണ്ട് കാണാതെ വെള്ളം കുടിച്ചുകൂടാ എന്ന വാദം ചേളാരി സുന്നികൾ പടച്ചുണ്ടാക്കിയ നിർമ്മിതമായ ഉസൂല. ഇസ്ലാമുമായി അതിന് ബന്ധമില്ല. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ. അപ്പൊ നോക്കിങ്ങള് എവിടൊക്കെ മുടിയുണ്ട്? കാശ്മീരിലുണ്ട്, പിന്നെ കാശ്മീരിലുണ്ട്, വെല്ലൂരിലുണ്ട്, സുഡാനിലുണ്ട്, കൂക്കിയാ കേക്കാത്തോടത്ത് മുഴുവുണ്ട്. അങ്ങനെ നോക്കിങ്ങള് ഇവിടെയൊക്കെ ഉണ്ട്. എന്നാ ഇപ്പൊ എവിടേക്കാ ഉള്ളത് ചോദിച്ചപ്പല് പറയില്ലട്ടോ. കാരണം എന്താ, പറഞ്ഞുകാണ്ട് പിന്നെ പോടും അതെങ്ങാനും മർക്കസിലെത്തിയാലോ എന്നുള്ള ബേജാറാ. എന്തുകൊണ്ട്? ഇനി അയാൾ പറയാൻ പോണത് UAE-യിലെ അബുദാബിയിലെ ഷെയ്ഖ് ഖസ്റജിയുടെ കയ്യിൽ മുടിണ്ട് എന്നാ പറയാൻ പോണത്. എങ്ങനുണ്ട്? സിൽസിലുണ്ട്, പരമ്പരണ്ട്, സനദുണ്ട് എന്നാ പറയാൻ പോണത്. ആദ്യമായി കേരളീയ മുസ്ലിങ്ങളോട് അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ടെന്ന് പറഞ്ഞത് കാന്തപുരം ഉസ്താദല്ല, സാക്ഷാൽ അമ്പലക്കടവാണ്. ഷെയ്ഖ് ഖസ്റജി ഉണ്ട്, അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാട്ടാണ്, അവിടുത്തെ മത്തിക്കച്ചവടക്കാരൻ പറഞ്ഞതല്ല. പിന്നെ പെട്ടപ്പം മൗലവി പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് അവിടുന്ന് മത്തിക്കച്ചവടക്കാരൻ പറഞ്ഞതാണ്. അതിലൊരു രസമുണ്ട്. UAE-യിലെ ഒരു മത്സ്യ കച്ചവടക്കാരൻ അല്ലെങ്കിൽ അവിടെ ഒരു പണിയെടുക്കുന്ന പ്രവാസി, ആ പ്രവാസി പറഞ്ഞു അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ മുടിയുണ്ട്. അപ്പ അമീദ് ഫൈസി അത് വിശ്വസിച്ചു. എന്നാൽ ആ മുടിയുടെ സൂക്ഷിപ്പുകാരനായ അഹമ്മദ് ഖസ്റജി ഓടലോടെ വന്നിട്ട് മർക്കസിൽ വന്നിട്ട് പറഞ്ഞു അവിടെ എന്റെയൊക്കെ മുടിയുണ്ട്, ഞാനത് ഇവിടെ കൊടുക്കുകയാണ്. ഓടമക്കാരൻ പറഞ്ഞപ്പോ മൗലവിക്ക് വിശ്വാസമായില്ല. അവിടെയുള്ള ഏതോ ഒരു പോയത്തക്കാരൻ പറഞ്ഞപ്പോ അമ്പലക്കടവിന് വിശ്വാസമായി. ഇതെന്തിന്റെ കുഴപ്പാ? ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി വേൾഡിൽ അറിയപ്പെട്ടതാണ്. ഇനി സനത് ചോദിക്കണോനോ ഊട്ടിക്ക് വണ്ടി കയറ്റണം. വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അത് വല്ലാത്ത പുണ്യവുമുണ്ട്. അതിന് പുണ്യമുണ്ട്, അത് നിഷേധിക്കണില്ല. AP ഉസ്താദിന്റെ കയ്യിൽ കിട്ടോളം. പക്ഷെ ആ മുടി ഇത്രമാത്രം 14 നൂറ്റാണ്ടുകാലം പാരമ്പര്യമായി കൃത്യമായ നിവേദക പരമ്പര സഹിതം ആ സിൽസില വഴി, ആ കണ്ണികൾ വഴി പാവനമായി ഇവിടെ എത്തിച്ചേർന്നു സ്ഥിരപ്പെട്ട ആ മുടികൾ ഒരു കേന്ദ്രവും മറ്റൊരു വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. വേറൊരു വിഡ്ഢിത്തം, വിട്ടുകൊടുക്കൂലെങ്കിൽ എങ്ങനെയാ ചെങ്ങായി ഇത് കാശ്മീരിലെത്തിയത്? എങ്ങനെയാ അത് ഡൽഹിയിലെത്തിയത്? മദീനത്തെ തങ്ങൾ പാപ്പാന്റെ മുടിയുള്ളത് മദീനത്തല്ലേ? അത് ഡൽഹിയിലെത്തി എന്ന് പറഞ്ഞാൽ മദീന എത്തി എന്നാണോ പറഞ്ഞത്? അതോ ഷേർ മുബാറക്കുള്ള ഒരാൾ അത് ഇങ്ങോട്ട് കൊടുത്തു എന്നാ അതിന്റെ വായന? എത്ര കാശ് കൊടുത്താലും ശരി. പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിനൊരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാല്ല. ഐ ഞമ്മക്ക് എന്ന് പറഞ്ഞോളി. ഞങ്ങൾക്ക് കിട്ടാണ്ട് മൗലവി, അത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, പണ്ടൊരാള് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറോട് പറഞ്ഞു, സാറേ നമ്മളെ വായ ഈ കോഴിക്കാട്ടം വാസനിക്കുന്നത് പോലെ വായ വാസനിക്കാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമ്മളെ വായ എന്ന് പറയണ്ട, എന്റെ വായ എന്ന് പറഞ്ഞോളാണ്. എന്ന മാതിരി കിട്ടാല്ല എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് എന്ന് പറഞ്ഞോളി. കാന്തപുരം ഉസ്താദിന് കിട്ടാനുണ്ട്. മാത്രല്ല ഇനിയും